സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അപൂർവ ധാതുക്കളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 7280 കോടി രൂപയുടെ പദ്ധതി. ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം. ഈ സാമ്പത്തിക വർഷം ഇന്ത്യ 6.5% വളർച്ച നേടുമെന്ന് BMI. കരുത്താവുക ഉയർന്ന വ്യാവസായിക ഉൽപ്പാദനവും GST പരിഷ്കരണവും. സെൻസെക്സും നിഫ്റ്റി മുന്നേറ്റ പാതയിൽ നിന്ന് അനലിസ്റ്റുകൾ. US ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവും കരുത്തായി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യം 7.6% GDP വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. രണ്ടാം പകുതിയിൽ കയറ്റുമതിയിലെ കുറവ് വെല്ലുവിളിയാകുമെന്നും ICICI ബാങ്ക്. കയറ്റുമതിയിൽ കുതിപ്പെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കയറ്റുമതിക്കുള്ള പുതിയ പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച പുറത്തിറക്കുമെന്നും ഗോയൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1022 പോയിന്റ് ഉയർന്ന് 85,609 നിഫ്റ്റി 320 പോയിന്റ് ഉയർന്ന് 26,205 വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഡിസംബർ F&O സീരീസിൻ്റെ ഒരു ആരംഭം കൂടിയായിരുന്നു. ഒരു വലിയൊരു ആവേശം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ഈ ഒരു F&O സീരീസിൻ്റെ ഡിസംബർ സീരീസിൽ തുടങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് 26,000 എന്നൊരു നില ഇന്ന് തിരികെ പിടിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളൊരു നേട്ടം നോക്കുമ്പോൾ നിലവിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിഫ്റ്റി 50യിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് 26,205 പോയിന്റ് ആ ഒരു ലെവലിലാണ്, 205 എന്നൊരു ലെവലിലാണ്. ഈ ഒരു ലെവലിൻ്റെ പ്രത്യേകത നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെ വളരെ അടുത്തായിട്ട് ഇന്ന് ക്ലോസ് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. 100-ൽ താഴെ ഒരു പോയിന്റ് മാത്രം ഇനി നീങ്ങിയാൽ മാർക്കറ്റ് പുതിയൊരു സർവ്വകാല ഉയരം നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും 320 പോയിന്റിന്റെ നേട്ടം, 1.24% നേട്ടമാണ് നിഫ്റ്റി 50യിൽ നിന്ന് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,528 എന്നൊരു നിലയിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 707 പോയിന്റിന്റെ നേട്ടമാണ്. 1.2% നേട്ടം എന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ നിഫ്റ്റി 50യുടെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കാം. ഇന്നത്തെ ഒരു വിപണിയെ സംബന്ധിച്ച് ഇന്ന് ക്ലോസിംഗ് നടന്നപ്പോൾ 44 ഓഹരികൾ നിഫ്റ്റി 50യിൽ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു. 6 ഓഹരികളിൽ മാത്രമാണ് ഇന്ന് ഇടിവ് കണ്ടത്. ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഏറ്റവും നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായി മാറിയത് JSW സ്റ്റീലാണ്. 3.69% നേട്ടം രേഖപ്പെടുത്തി. HDFC ലൈഫ് 2.8% നേട്ടമാണ്. കൂടാതെ ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, ജിയോഫിൻ, ഇൻഡിഗോ, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ ഓഹരികളൊക്കെ ഇന്ന് നിഫ്റ്റി 50യിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ ഭാരതി എയർടെൽ, അദാനി എന്റർപ്രൈസസ്, ഏഷ്യർ മോട്ടോഴ്സ്, SBI ലൈഫ്, ഏഷ്യൻ പെയിന്റ്, SBIN എന്നീ ഓഹരികളിലാണ് നിഫ്റ്റി 50യിൽ നമുക്ക് ഇടിവ് കാണാൻ സാധിച്ചത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ കാണുന്നത് 10 ഓഹരികൾ നേട്ടം, 1 ഓഹരി ഇടിവ് എന്ന രീതിയിലാണ് ട്രേഡിംഗ് നടന്നത്. ഇതിൽ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപൂർവ ധാതുക്കളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 7280 കോടി രൂപയുടെ പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം. ലക്ഷ്യം ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കൽ. 7 വർഷത്തെ കാലാവധിയുള്ള പ്രോത്സാഹന പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. പദ്ധതിയിലൂടെ ഏകദേശം 6000 ടൺ അപൂർവ ധാതുക്കളുടെ ഉൽപാദനശേഷി രാജ്യത്ത് സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യത്തെ 2 വർഷം ധാതു നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ഗവേഷണ കാലയളവാണ്. തുടർന്നുള്ള 5 വർഷം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹന ധനം വിതരണം ചെയ്യും. ധനമന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ക്യാബിനറ്റ് പദ്ധതി അംഗീകരിച്ചത്. നിയോഡൈമിയം പോലുള്ള അപൂർവ ഭൗമമൂലകങ്ങൾ ഖനനം ചെയ്യാനും സംസ്കരിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഹിന്ദുസ്ഥാൻ സിങ്ക്, അപൂർവ ഭൗമമൂലകങ്ങളുടെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അപൂർവ ധാതുക്കളുടെ പ്രധാന ഘടകമായ ഗാലിയം ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതിയിടുന്ന നാൽക്കോ എന്നീ സ്റ്റോക്കുകളിലും വാർത്തയുടെ പ്രതിഫലനം പ്രതീക്ഷിക്കാം. അതേസമയം സർക്കാരിന്റെ ഈ നീക്കം ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിനുകൾ സുരക്ഷിതമാക്കാനും
രാജ്യത്തിന്റെ സാങ്കേതിക സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സർക്കാർ അജണ്ടകളുമായി യോജിക്കുന്നതാണ്. ഖനനം ചെയ്ത അപൂർവ ധാതുക്കൾ പ്രാഥമിക രൂപത്തിൽ കയറ്റി അയക്കുന്നതിനു പകരം അവ രാജ്യത്തിനകത്ത് തന്നെ റിഫൈൻ ചെയ്യാനും കാന്തങ്ങളാക്കി മാറ്റാനും സാധിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉയർന്ന മൂല്യവർദ്ധനവ് ഉറപ്പാക്കുന്നു. ഇത് ഉയർന്ന ലാഭ മാർജിനുകളിലേക്ക് നയിക്കുകയും വ്യവസായ ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം കുത്തനെ ഉയർത്തി BMI. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.5% വളർച്ച നേരിടും. കരുത്താവുക ഉയർന്ന വ്യാവസായിക ഉൽപ്പാദനവും GST പരിഷ്കരണവും. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം BMI മുൻപുള്ളതിനേക്കാൾ 0.5% അധികമായാണ് ഉയർത്തിയത്. BMI ഇത്തരത്തിൽ വളർച്ചാ പ്രവചനം ഉയർത്തുന്നതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഉയർന്ന വ്യാവസായിക ഉൽപ്പാദനമാണ്. 5 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 3.7% വ്യാവസായിക ഉൽപ്പാദനം എത്തി നിൽക്കുന്നത്. ഒപ്പം വാഹന വിപണിയിൽ നിന്നുള്ള റെക്കോർഡ് കുതിപ്പും കരുത്തായി. ഒക്ടോബറിൽ 4 ദശലക്ഷം പുതിയ വാഹന രജിസ്ട്രേഷനുകളാണ് നടന്നിരിക്കുന്നത്. ഈ സൂചകങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ എത്ര ശക്തമാണെന്ന് തെളിയിക്കുന്നു. ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ മറ്റൊരു കാരണം GST പരിഷ്കാരങ്ങളാണ്. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്ന നികുതി ഇളവുകൾ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സഹായിച്ചു. ഒപ്പം നികുതി ഘടന ലളിതമായതോടെ ബിസിനസ് മേഖലയ്ക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. GST ഇളവുകൾ വഴി ഏകദേശം 2 ലക്ഷം കോടി രൂപ സാധാരണക്കാരുടെ കൈകളിൽ അധികമായി എത്തുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. ഇത് ഉയർന്ന ഉപഭോക്തൃ ചെലവിന് വഴിയൊരുക്കും. കൂടാതെ ഈ വർഷം തന്നെ ഇന്ത്യ $4 ട്രില്യൺ എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസെക്സും നിഫ്റ്റിയും മുന്നേറ്റ പാതയിലെന്ന അനലിസ്റ്റുകൾ. US ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവും കരുത്തായി. തുടർച്ചയായ 3 ദിവസത്തെ നഷ്ടങ്ങൾക്ക് ശേഷമാണ് സെൻസസും നിഫ്റ്റിയും നേട്ടത്തിലേക്കെത്തിയത്. വിപണിയുടെ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ 4 ഘടകങ്ങളുണ്ടെന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കിയത്. US-ലെ റീറ്റെയിൽ വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതും ഉപഭോക്തൃ ആത്മവിശ്വാസം കുറഞ്ഞെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇതോടെ ഡിസംബറിൽ ഫെഡ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. അടുത്തയാഴ്ചത്തെ വായ്പാ നയത്തിൽ റിസർവ് ബാങ്കും നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് സഞ്ജയ് മൽഹോത്രയും സൂചന നൽകി. വിദേശ നിക്ഷേപകരുടെ ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനകളും വിപണിയിലുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും ഇന്ത്യൻ വിപണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് അമൃത ഷിൻഡെയും സമാനമായ വീക്ഷണങ്ങളാണ് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യം 7.6% GDP വളർച്ച കൈവരിക്കുമെന്ന റിപ്പോർട്ട്. രണ്ടാം പകുതിയിൽ കയറ്റുമതിയിലെ കുറവ് വെല്ലുവിളിയാവുമെന്നും ICICI ബാങ്ക്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കാലയളവിൽ 6.1% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതിൽ നിന്നുള്ള വലിയ കുതിപ്പാണിത്. നിർമ്മാണ മേഖലയിലെ കരുത്തും സേവന മേഖലയിലെ പുരോഗതിയും സർക്കാരിന്റെ തുടർച്ചയായ മൂലധന വിനിയോഗമാണ് ആദ്യ പകുതിയിൽ തുണയായത്. അതേസമയം ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ യഥാർത്ഥ GDP വളർച്ച 7.5%, മൊത്ത മൂല്യവർദ്ധനവ് വളർച്ച 7.3% ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. രണ്ടാം പകുതിയിൽ വളർച്ചാ വേഗത 6.4% കുറയാൻ സാധ്യതയുണ്ട്. കയറ്റുമതിയിലെ കുറവ്, സർക്കാരിന്റെ മൂലധന ചെലവഴിക്കിലെ വേഗത കുറയുന്നത് എന്നിവയാണ് ഇതിന് കാരണം. അതേസമയം സാമ്പത്തിക വർഷത്തിൽ മൊത്തം GDP വളർച്ച 7% ആയിരിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കയറ്റുമതിയിൽ കുതിപ്പെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കയറ്റുമതിക്കുള്ള പുതിയ പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച പുറത്തിറക്കുമെന്നും ഗോയൽ. 2025 നവംബറിലെ ഇന്ത്യയുടെ കയറ്റുമതി കണക്കുകൾ പ്രോത്സാഹനജനകമാണെന്നും അത് പോസിറ്റീവ് ടെറിട്ടറിയിലാണെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കയറ്റുമതിക്കാർക്കായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 പദ്ധതികളായ പലിശ സമീകരണ പദ്ധതി, മാർക്കറ്റ് ആക്സസ് ഇനിഷ്യേറ്റീവ് എന്നിവയുടെ മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച വരുമെന്നും മന്ത്രി സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച നടന്ന 4ാമത്തെ ബോർഡ് ഓഫ് ട്രേഡ് യോഗത്തിനു ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് ഗോയൽ ഇക്കാര്യം പറഞ്ഞത്. ഒക്ടോബറിൽ കുത്തനെയിടിഞ്ഞ ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി ഈ മാസം വീണ്ടും ഉയർന്ന് നവംബർ 21 വരെ പോസിറ്റീവ് മേഖലയിലേക്ക് പ്രവേശിച്ചതായി ഗോയൽ പറഞ്ഞു. സമുദ്രോൽപ്പന്നങ്ങൾ പോലുള്ള മേഖലകൾ ആരോഗ്യകരമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. US ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകളുടെ ആഘാതം മൂലം
ഒക്ടോബറിൽ ഇന്ത്യയുടെ കയറ്റുമതി 11.8% ചുരുങ്ങി $34.38 ബില്യൺ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കേരള വാർത്തകൾ. ഇലക്ട്രിക് വയർ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ അബാർ ഇൻഡസ്ട്രീസ് തങ്ങളുടെ പുതിയ ഉൽപ്പന്നമായ അബാർ ശക്തി ഗ്രീൻ വയർ കേരള വിപണിയിൽ അവതരിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണവും ഉയർന്ന സുരക്ഷയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉൽപ്പന്നം വിപണിയിലെത്തുന്നതെന്ന് കമ്പനി അറിയിച്ചു. Sir, please. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് അബാർ ശക്തി ഗ്രീൻ വയർ സംസ്ഥാനത്ത് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. 99.97% ശുദ്ധമായ ചെമ്പിലാണ് ഗ്രീൻ വയർ നിർമ്മിച്ചിരിക്കുന്നത്. തീ, ചൂട്, പുക, വിഷവാതകങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രതിരോധം, ഉയർന്ന ഊർജ്ജക്ഷമത എന്നിവയാണ് വയറിന്റെ പ്രധാന സവിശേഷതകൾ. 70 വർഷം വരെ ആയുസുള്ള അബാർ അനുശക്തി ഫയർ പ്രൊട്ടക്ട്, 50 വർഷം ആയുസുള്ള അബാർ അനുശക്തി എന്നീ പ്രീമിയം ലൈറ്റ് ഡ്യൂട്ടി കേബിൾ വിഭാഗത്തിലേക്കാണ് പുതിയ ഗ്രീൻ വയർ എത്തുന്നത് എന്ന് കമ്പനിയുടെ CEO ശശി അമീൻ വ്യക്തമാക്കി. See, APAR Green Wire we have just launched. This is not a new product as such. As far as APAR is concerned, it's a new product, but this product is being sold by the competition in this market. The difference between the normal product and this product is the entire product is recyclable. We can reuse, the copper can be reused, the PVC can be reused, and this is a lead-free product. In fact, this product was launched for green buildings in all over the country, approved by IGBC. Now this is getting used in the domestic houses too. 1958 മുതൽ കേബിൾ, പോളിമർ, ലൂബ്രിക്കന്റ് നിർമ്മാണ രംഗത്ത് മുൻപന്തിയിലുള്ള അബാർ ഇൻഡസ്ട്രീസ് ഇന്ത്യൻ സൈന്യം മുതൽ വന്ദേ ഭാരത് ട്രെയിൻ, ആമസോൺ, മൈക്രോസോഫ്റ്റ് ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്ക് കേബിളുകൾ നൽകുന്ന സ്ഥാപനമാണ്. ഉപഭോക്താക്കളുടെ വിശ്വാസം കൈമുതലാക്കി 60 വർഷങ്ങൾ പിന്നിടുന്ന കമ്പനിയുടെ പുതിയ ഗ്രീൻ വയർ കേരള വിപണിയിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അബാർ ഇൻഡസ്ട്രീസ് CEO ശശി അമീൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് സുഭാഷിഷ് ഡേ, ദക്ഷിണേന്ത്യ റീജിയണൽ സെയിൽസ് DGM ഷിബിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,725 രൂപയിലും പവന് 93,800 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 65 രൂപ ഉയർന്ന് 9,645 രൂപയായി. വെള്ളിവിലയും വർദ്ധിച്ചു. ഗ്രാമിന് 2 രൂപ ഉയർന്ന് 167 രൂപയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അപൂർവ ധാതുക്കളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 7,280 കോടി രൂപയുടെ പദ്ധതി. ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം. ഈ സാമ്പത്തിക വർഷം ഇന്ത്യ 6.5% വളർച്ച നേടുമെന്ന് BMI. കരുത്താവുക ഉയർന്ന വ്യവസായിക ഉൽപ്പാദനവും GST പരിഷ്കരണവും. സെൻസെക്സും നിഫ്റ്റി മുന്നേറ്റ പാതയിലെന്ന അനലിസ്റ്റുകൾ. US ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവും കരുത്തായി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യം 7.6% GDP വളർച്ച കൈവരിക്കുമെന്ന റിപ്പോർട്ട്. രണ്ടാം പകുതിയിൽ കയറ്റുമതിയിലെ കുറവ് വെല്ലുവിളിയാവുമെന്നും ICICI ബാങ്ക്. കയറ്റുമതിയിൽ കുതിപ്പെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കയറ്റുമതിക്കുള്ള പുതിയ പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച പുറത്തിറക്കുമെന്നും ഗോയൽ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.